ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തുള്ളത് കണ്ണാടിൻ്റെ മുമ്പിലാണ് കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ എത്ര മേക്കപ്പ് എന്നല്ലേ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത്. നമ്മൾ നേരപ്പോട്ട് പോകുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തിനല്ല നമ്മളെ കസിനിൽ നിന്ന് പോവാണ്, അപ്പോൾ ഓളം നോക്കാൻ വേണ്ടി പോവാണ്. ഇതാ പിന്നെ വീഡിയോ കോളിൽ ആരാന്ന് വെച്ചാൽ നമ്മുടെ ലണ്ടനിലുള്ള കസിനാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ എല്ലാ ഹാപ്പിനെസ്സിനും ഓൾ ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഓൾ വീഡിയോ കോളിനൊരു കുറവുണ്ടാവില്ല, ഡെയിലി ഒന്നും കോളാട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങാം കേട്ടോ. നമ്മൾ വണ്ടി മേലോട്ട് കയറാത്തതുകൊണ്ട് വണ്ടിൻ്റെ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോവാൻ കേട്ടോ. എല്ലാവരും ഒക്കെ വരിയായിട്ട് ഇറങ്ങി വരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടി കയറ്റാനാണ് കാണുന്നത് ഗൈസ്. ഏത് തിരക്ക് പിടിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു കയറ്റി നമ്മളെ വണ്ടി കയറൂല കേട്ടോ. അതാണ് നമ്മളെ ഏറ്റവും വലിയ ടാസ്ക്. അത് കഴിഞ്ഞിട്ട് തന്നെ ഐശ്വര്യ അവിടെ ചെരുപ്പ് കെട്ട് ഇങ്ങനെ വരും കേട്ടോ. ഓള് ഞങ്ങളെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ വണ്ടിയിലൊക്കെ കയറിയിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ 2 വണ്ടിക്കാണ് കേട്ടോ പോണത്. കുറച്ച് ആൾക്കാർ വേറെ വണ്ടിയിലുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഐശ്വര്യ ഉറങ്ങിയിട്ടോ. ഓളെന്താ എത്താത്തതെന്ന് വിചാരിച്ചിട്ട് ഓള് കിടന്നുറങ്ങിയിട്ടോ. ഓള് സുഖമായിട്ട് നിവർന്ന് നിന്ന് കിടക്കുകയാണ് ഞങ്ങളെ മടി കൂടെയൊക്കെ കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്താനായപ്പോൾ ഞാൻ ഓളെ ഉണർത്തിയിട്ടോ. അപ്പോൾ എണീറ്റ് നോക്കിയപ്പോൾ എയർപോർട്ടിൽ എത്തിയെന്ന് കേട്ടോ ഗൈസ്. അപ്പോൾ ഓക്കെ ഹാപ്പി ആയിട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങാണ് ഇവിടുന്ന്. അങ്ങനെ നമ്മളത് ഇറങ്ങിയ ഷാപ്പ് വേഗം പോയി കണ്ട് ട്രോളി എടുത്തിട്ട് നമ്മൾ ഞാൻ അയക്ക് ലഗേജൊക്കെ ഇറക്കിയേക്കാണല്ലോ. ആകെ 30 കിലോനെ കൊണ്ടാൻ പറ്റുള്ളൂ കേട്ടോ. ആ ഒരു സാധനം അതിൽ കുത്തി നിറച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഓളൊന്നും രണ്ടാ വിചാരിച്ചു ഓളാണ് പോണതെന്ന്. പക്ഷേ ഓളല്ല കേട്ടോ പോണത്, ഈ കരയണ കുട്ടിയാണ് പോണത്. ഇതാണ് എൻ്റെ കസിൻ കേട്ടോ. ഓൾ ഇതിനെ ഹഗ് ചെയ്തിട്ട് ഓക്ക് കരച്ചിലായിട്ടോ. സത്യം പറഞ്ഞാൽ പണിക്കൊന്നല്ല പോണത്, ഹസ്ബൻഡിൻ്റെ അടുത്തേക്കാണ് പോണത്. എന്നാലും വിദേശത്തേക്ക് പോകുമ്പോൾ ആരായാലും കരഞ്ഞു പോകില്ല. ആ ഒരു കരച്ചിലോളും കരഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞാനോളെ ഹാപ്പിയാക്കി. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ഷോളെ കുറച്ച് സർവീസും കാര്യങ്ങളൊക്കെ ശരിയാക്കാണ്ടാണ് കേട്ടോ. അത് ആ സൈഡിൽ ആപ്പ് അങ്ങനെ ശരിയാക്കി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം യാത്ര പറയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരോടും ഫൈനലായിട്ട് പോണ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. ലാസ്റ്റും ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയല്ലേ ഗൈസ്, ഈ ഒരു നിമിഷം എല്ലാവർക്കും ഒരു ഫീലിംഗ് ഉള്ളൊരു ടൈമാണ്. എന്താ പറയുക, ഹാപ്പി ആവാൻ പോവുകയാണെങ്കിലും ഈ ഒരു നിമിഷം എല്ലാവരും ഒന്ന് കരഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഫൈനലി എല്ലാവരും കരഞ്ഞു, ഓളും കരഞ്ഞ് ഞങ്ങളെയും കരയിച്ചു കിട്ടും. അങ്ങനെ ഓളെല്ലാം ഉള്ളിലേക്ക് പോവാണ്. കാക്ക കുറച്ച് കൗണ്ടർ അടിച്ച് ഓളെ ഹാപ്പി ആക്കാൻ നോക്കിയിട്ടോ. പക്ഷേ ഓക്കെന്തോ ഫീലിംഗ് ആയിരുന്നു കേട്ടോ ആ ഒരു സമയം. എന്തായാലും ഫസ്റ്റ് ടൈം പോലെ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊന്നും ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകാത്ത ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കേട്ടോ വലിയൊരു ടെൻഷൻ ഉണ്ടായി. അങ്ങനെ ഫൈനലി നമ്മൾ ആപ്പയും കൂടെ ഓളെ കൂടെ ഉള്ളിലേക്ക് കയറണേ കേട്ടോ. ഒരാൾക്ക് കയറാലോ പെയ്ഡൊക്കെ ചെയ്തിട്ട് അങ്ങനെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓളെ കൂടെ ആപ്പയും കൂടെ കയറി കിട്ടും. ഞങ്ങളെല്ലാവരും സൈഡിൽ നിന്നിട്ട് ഓളെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിൽ പോയിട്ട് ഇതാ ഗൈസ് അവിടെ പോകുന്നുണ്ട് കേട്ടോ, ലൈനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓളെ ഉള്ളിൽ കയറിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകുന്നുണ്ടോ ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ, ബൈ.